എന്റെ നാട്ടിന്റെ അടുത്തുള്ളൊരു സഹോദരൻ, അദ്ദേഹം ഗൾഫിലായിരുന്നു. വലിയ കാശ് കൊണ്ടുവന്നു അവിടുന്ന് ഒരുപാട് മരങ്ങൾ വാങ്ങി. അവസാനം നഷ്ടത്തിലായി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ശ്രീകണ്ഠാപുരം ഭാഗത്തുള്ള ഒരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഉസ്താദ് പറയുകയാണ്, നിങ്ങളെ പ്രശ്നം എന്താണ്? ഞാൻ ഗൾഫുകാരനായിരുന്നു, ഒരുപാട് കാശ് അവിടുന്ന് കൂപ്പിലേക്ക് അവിടുന്ന് മരത്തിന് വേണ്ടി ഇട്ടിട്ട് എന്റെ കാശുകൾ മുഴുവനും നഷ്ടപ്പെട്ടു. ഇന്നെനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ നിങ്ങൾ അറിയോ, ആ ഉസ്താദ് പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അന്ന് അദ്ദേഹം കോഴിക്കോട് കൂട്ടിക്കൊണ്ടുവരികയാണ് ഹയാത്ത് കാലത്ത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഖുതുബുൽ ആലമിനെ പരിചയപ്പെടുത്തുന്നു. ഇദ്ദേഹം വന്നത് ഗൾഫിലേക്ക് ഒരു വിസ കിട്ടാൻ വേണ്ടിയാണ്. എനിക്കൊരു വിസ കിട്ടിയിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകണമെന്ന ചിന്തയോടെയാണ് വരുന്നത്. പക്ഷേ ഖുതുബുൽ ആലം അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഗൾഫ് വേണ്ട, നാട്ടിൽ തന്നെ നിങ്ങൾക്കെല്ലാം ഉണ്ട്, പോകാമെന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. ഇദ്ദേഹം നിരാശയോടെ മടങ്ങുകയാണ്. കാരണം വിസ ഇല്ലെന്നല്ലേ പറഞ്ഞത്, ഗൾഫില്ലെന്നല്ലേ പറഞ്ഞത്, നാട്ടിൽ തന്നെ നിൽക്കണമെന്നല്ലേ പറഞ്ഞത്. നിരാശയോടുകൂടി ഇദ്ദേഹം കണ്ണൂരിൽ ബസ് ഇറങ്ങിയപ്പോൾ നിങ്ങൾ അറിയുമോ, കലക്ട്രേറ്റിനടുത്തുള്ള ഒരു ചെറിയ ചായക്കട 4500 രൂപക്ക് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. വെറും 4500 രൂപക്ക് ഇദ്ദേഹത്തിന് കിട്ടുകയാണ് സഹോദരങ്ങളെ. പിന്നീട് അദ്ദേഹം അടിവച്ച് കയറിയത് ആ 4500 രൂപയുടെ ചായക്കട കൊണ്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. വീടുണ്ടാക്കുകയാണ്, സ്ഥലങ്ങൾ വാങ്ങുകയാണ്, എല്ലാം. ബഹുമാനപ്പെട്ട മടവൂരുപ്പാപ്പാനെ കണ്ട് മടങ്ങിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ 4500 രൂപയുടെ ആ ചായക്കട കൊണ്ട് കിട്ടുകയാണെന്ന് പറയുമ്പോ ഇതൊക്കെ അനുഭവമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് ഖുതുബുൽ ആലമിനെ ഒന്ന് വിളിക്കാം, മനസ്സറിഞ്ഞ് വിളിക്കാം. ഖദറ ജൗനാ നസ്റ വൽ ഫുതുഹ ഫീ ഉമൂരിനാ സിയാമാ ഫീ അംരിനാ ബി ജാഹികും മടവൂർ വലി യാ ശൈഖനാ മടവൂർ വലി യാ ശൈഖനാ മടവൂർ വലി അന്ത ഉസ്താദുൽ ലനാ ശൈഖുനാ ഫമാലനാ മിൻഹുമാ حسبك رشدي منك يا مدبر ولي يا شيخنا مدبر ولي يا شيخنا مدبر ولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ألف لام നിന്റെ ഫുരുളിൽ ഹല്ലില്ലാത്ത ഞങ്ങളെ അലിഫില്ലേ മടവൂരിൻ്റെ കാവലേക റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബഹുമാനപ്പെട്ട മടവൂരുപ്പാപ്പയാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ മടവൂരുപ്പാപ്പയെ മഹത്വവൽക്കരിക്കുന്നത്? അവര് മടവൂരുപ്പാപ്പാനെ മനസ്സിലാക്കിയിട്ടില്ല, അവര് മടവൂരുപ്പാപ്പാനെ അറിഞ്ഞിട്ടില്ല. അന്നാസു അഅദാഉ മഹാ ജഹിലു, മനുഷ്യൻ അറിവില്ലായ്മ, അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്.
ശത്രുവാണ്, എനിക്കറിയാത്തതിന്റെ ശത്രുവാണ് ഞാൻ. മടവൂര് പാപ്പാൻ അറിയാത്തവരോട് മടവൂര് പാപ്പാനെ കുറിച്ച് പറഞ്ഞിട്ടെന്ത് കാര്യമാണ്? അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഞാൻ വെറുതെ പറയുകയല്ല സഹോദരങ്ങളെ. എന്തിനാ നിങ്ങൾ 5 വഖത്ത് നിസ്കാരം ഇങ്ങനെ നിസ്കരിക്കുന്നെന്ന് ചോദിക്കുന്ന യുക്തിവാദികളില്ലേ? അവർക്ക് നിസ്കാരത്തിന്റെ രസം അറിയുകയില്ല, അതിന്റെ ഹിക്മത്ത് അവർക്ക് അറിയുകയില്ല. അവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവരോടല്ല ഞാൻ സംസാരിക്കുന്നത്, ഔലിയാക്കളെ മനസ്സിലാക്കാത്തവരോടല്ല, ഔലിയാക്കളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. 10,000-കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ആശിഖീങ്ങൾ മടവൂര് പാപ്പാനെ നെഞ്ചിലേറ്റുന്ന, ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും അതുപോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും അവരെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴും അവരുടെ നാവിൻ തുമ്പിലേക്ക് കടന്നു വരുന്നത് മടവൂര് പാപ്പയുടെ നാമമാണ്. മടവൂര് പാപ്പയിലൂടെ മദീനയുടെ രാജകുമാരൻ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമാണ്, അല്ലാഹുവിന്റെ നാമമാണ്. നമ്മെ അല്ലാഹുവിലേക്ക് നയിക്കുന്ന അതിശക്തമായ ചാലക ശക്തിയാണ് ഖുത്ബുൽ ആലമിന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മഹബ്ബത്ത് വെക്കണേ. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, എണീറ്റ ഉടനെ നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്നതിന് ശേഷം ഒരു ഫാത്തിഹ മദീനയിലേക്ക് അവിടെ നയിക്കണേ. പിന്നെ നമ്മൾ മടവൂരിലേക്കും അയക്കണം. എന്നിട്ട് ഹൃദയം കൊണ്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടാൽ സംശയിക്കേണ്ട, നമ്മെ അവർ നോക്കും സഹോദരങ്ങളെ, നമ്മെ അവർ ശുദ്ധിയാക്കും സഹോദരങ്ങളെ. സ്വർഗത്തിന്റെ വഴിയിലേക്ക്, ഇസ്ലാമിന്റെ വഴിയിലേക്ക്, ഈമാനിന്റെ വഴിയിലേക്ക്, തൗഹീദിന്റെ വഴിയിലേക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് അവർ നമ്മെ കൊണ്ടുപോകും, യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും കൂടുതൽ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയുന്നില്ല. മടവൂരും മദീനയും തമ്മിലുള്ള ബന്ധം, മടവൂര് പാപ്പ ആത്മീയ ലോകത്തേക്ക് അവിടുന്ന് ഉയർന്നത് മദീനയിൽ നിന്നാണ്. ആ മദീനയെ നമ്മളും ഇഷ്ടപ്പെടണമെന്നാണ് ഈ റബീഉൽ അവ്വലിന്റെ ഈ സുന്ദരമായ രാവിലെ എന്റെ സ്വന്തം നഫ്സിനോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇഖ്വാനുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മദീനയുടെ രാജകുമാരനെയും സ്നേഹിക്കണം, ജീവനെക്കാളും നമ്മൾ സ്നേഹിക്കണം.